IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സുഹൃത്ത് സുകാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പുചേരുന്നു. രേഷ്മ, മൂന്നാമത്തെ വരിയാണ് ഏറ്റവും ശ്രദ്ധേയം. ജാമ്യമില്ല എന്ന് ശരി തന്നെ, മറുവശത്ത് ഈ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്ന്, അതായത് ഏറെ ദുരൂഹതയുണ്ട് കേസിന് പിന്നിൽ എന്നോ? അതായത് പുറത്തു വന്ന തെളിവുകളൊക്കെ തന്നെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് സുകാന്ത് സുരേഷിന് യാതൊരു തരത്തിലും മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് തള്ളുകയായിരുന്നു. അന്വേഷണം കൃത്യമായിട്ട് പൂർത്തിയാകേണ്ടതുണ്ട്. സ്നേഹത്തിന്റെ പേരിൽ ഈ പെൺകുട്ടിയെ സുകാന്ത് സുരേഷ് ചൂഷണം ചെയ്യുകയായിരുന്നു. പ്രതി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തു. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് കൃത്യമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുത്തിട്ടുണ്ട്. അത് തെളിവുകൾ എന്നുള്ള രീതിയിൽ പോലീസിന്റെ പക്കലുണ്ട്. അതുകൂടാതെ തന്നെ സുകാന്ത് സുരേഷ് ഒരേ സമയത്ത് തന്നെയാണ് നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിയത്. ശാരീരിക ബന്ധം പോലും പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും അത് കണ്ടെത്തണം, അന്വേഷണം പൂർത്തിയാക്കണം. അതുകൊണ്ട് തന്നെ ഈ ദുരൂഹത നിറഞ്ഞ ഈ കേസിൽ ഈ പ്രതിയായിട്ടുള്ള സുകാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ല എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നേരത്തെ ഈ സുകാന്ത് സുരേഷും ഈ പെൺകുട്ടിയെ നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ അത് കേസ് ഡയറി ഹാജരാക്കിയ സമയത്ത് ഹൈക്കോടതിയിൽ അടക്കം പോലീസ് സമർപ്പിച്ചിരുന്നു. അതിന്റെ ചില വാട്സപ്പ് ചാറ്റുകൾ പുറത്ത് മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു. ഈ കാര്യം ഈ ഒരു സംഭവം സുകാന്ത് സുരേഷിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഇത്തരത്തിൽ ഈ വാട്സപ്പ് ചാറ്റുകൾ ചോർന്നത്. അക്കാര്യത്തിൽ ഒരു അന്വേഷണം അനിവാര്യമാണെന്നാണ് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും സുകാന്ത് സുരേഷിന്റെ ഭാഗത്തു നിന്നും ഈ പെൺകുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണം. അക്കാര്യത്തിലുള്ള തെളിവുകൾ കൃത്യമായിട്ട് പോലീസിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മുൻകൂർ ജാമ്യം നൽകാനാകില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. 2 മാസത്തിലേറെയായിട്ട് സുകാന്ത് സുരേഷ് ഒളിവിലാണ്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി വിമർശന രൂപേണ ചോദിച്ച ഒരു കാര്യമുണ്ട്. ഈ ആധുനിക കാലത്ത് 2 മാസത്തിലേറെ കാലം ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒളിവിൽ കഴിയാൻ സാധിക്കുക? പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഇതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യം, മറ്റ് തെളിവുകൾ ലഭിച്ച ഒരു സാഹചര്യം. ഇനി ഇയാൾ കീഴടങ്ങാത്ത പക്ഷം പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ. സ്വാഭാവികമായിട്ടും ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പുറത്തു വന്നിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി തെളിയിക്കേണ്ടതുണ്ട്. എന്തായാലും സുകാന്ത് സുരേഷ് കീഴടങ്ങാത്ത പക്ഷം അന്വേഷിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ട്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.